ഇന്ന് നമുക്ക് കുറച്ച് രാവിലത്തെ തിരക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലത്തെ തിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ വെള്ളി വരെ കുട്ടികൾക്ക് ക്ലാസ്സുള്ള കാരണം കൊണ്ട് അവരുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കൽ തന്നെയാണ് മെയിനായിട്ടുള്ള തിരക്കെന്ന് പറയുന്നത്. ഈ തിക്കും തിരക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. നേരത്തെ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം അതിൻ്റേതായ സമയത്തിന് നടക്കും. അതെനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടിയും ഞാൻ ഒറ്റ ദിവസവും പിറ്റേ ദിവസം കുട്ടികൾക്ക് എന്താ കൊടുത്തയക്കണമെന്ന് പ്ലാൻ ചെയ്ത് കിടക്കാറില്ല. എപ്പോഴും ഹസ്ബൻഡ് ചോദിക്കും തലേദിവസം രാത്രി എന്താ നാളെ കുട്ടികൾക്ക് കൊടുത്തയക്കണേ. അപ്പം ഞാൻ പറയും നാളെ രാവിലെ എണീറ്റ് എന്തുണ്ടാക്കാൻ തോന്നുന്നോ അതുണ്ടാക്കും, കൊടുത്തയക്കും. പിന്നെ വല്ലപ്പോഴൊക്കെ ഇതിന്നൊരു മാറ്റം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മാത്രമാണ് എൻ്റെ പ്ലാനിങ്ങിൽ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ കേട്ടോ. പിന്നെ അതിനുള്ള ചമ്മന്തി സാമ്പാറോ അല്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ ചമ്മന്തിയാണ് ആ ഒരു ഡൗട്ടൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ ഉണ്ടാവുന്ന ആകെ ഉള്ളൊരു പ്രശ്നം. എന്നാലും അതെങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോവും. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് ആലോചിച്ച് നിൽക്കലാണ് കുറച്ച് നേരത്തെ പണി. പിന്നെ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ ഇന്നത്തെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തയച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി മഷ്റൂം കറിയാണ് കേട്ടോ. മഷ്റൂം കറി എന്താണെന്നറിയില്ല, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് മസാല, എൻ്റെ വിചാരം ഉണ്ടല്ലോ എപ്പോഴും കുറേ മസാല ഇങ്ങോട്ട് കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോഴിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വളരെ സിമ്പിളായിട്ടുള്ള ചിലപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിലപ്പോൾ അതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഇത് മാത്രം ഇട്ടിട്ട് ഞാൻ ഒട്ടുമിക്ക കറികൾ ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. എല്ലാ ഗരം മസാല അതുപോലെ തന്നെ ചിലപ്പോൾ ചിലയിൽ ചിക്കൻ മസാല അതൊക്കെ തട്ടും. ഒക്കെ ഉണ്ടായി നോക്കിയിട്ടും കറിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല. പക്ഷേ ഇങ്ങനെ സിമ്പിളായിട്ട് വയ്ക്കുമ്പോൾ നല്ല രസം തോന്നാറുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡും പറയും നീ ചിക്കൻ കറി വെക്കുമ്പോൾ കുറേ മസാലയൊന്നും ഇടണ്ട, നോർമലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം മഷ്റൂം കറി ഉണ്ടാക്കിയത്. കുറച്ച് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റി, എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രേ ഇട്ടുള്ളൂ. മഷ്റൂം കഴുകി വൃത്തിയാക്കി ഇടുക, കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പും ആവശ്യത്തിനിട്ട് നന്നായി ഇളക്കി അടച്ചു വെച്ചുകൊണ്ട് വേവിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ചപ്പാത്തിയുടെ പണിയും അത് വേഗം അങ്ങോട്ട് നമുക്ക് കുഴച്ചുണ്ടാക്കി അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. ചിലപ്പോഴൊക്കെ ഞാൻ തലേദിവസം ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ മാവ് കുഴച്ച് വെച്ച് നെക്സ്റ്റ് ഡേക്ക് വേണ്ടി അങ്ങനെ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുട്ടികളുടെ ടിഫിനിലുള്ള ചപ്പാത്തി മഷ്റൂം കറിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.